ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്കും ഫ്രീ സ്റ്റൈൽ പഠിക്കണമെന്നുണ്ടോ? എന്നാൽ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നറിയാത്തവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ആദ്യം തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ജഗ്ലിംഗ് പഠിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ പറയാൻ പോകുന്ന സ്കില്ലുകൾ നിങ്ങൾ സ്ട്രോങ് ഫൂട്ട് കൊണ്ടും വീക്ക് ഫൂട്ട് കൊണ്ടും പഠിക്കണം. ആദ്യമായി നിങ്ങൾ പഠിക്കേണ്ടത് ഔട്ട്സൈഡ് അറൗണ്ട് വേൾഡ്. അത് വീക്ക് ഫൂട്ട് കൊണ്ടും പഠിക്കുക. അടുത്തതായി നിങ്ങൾ പഠിക്കേണ്ടത് ഇൻസൈഡ് അറൗണ്ട് വേൾഡ്. അത് തന്നെ വീക്ക് ഫൂട്ട് കൊണ്ടും പഠിക്കണം. അടുത്ത സ്കില്ലാണ് റിവേഴ്സ് ക്രോസ് ഓവർ. അത് നിങ്ങളുടെ വീക്ക് ഫൂട്ട് കൊണ്ടും പഠിക്കുക. അടുത്ത സ്കില്ല് ക്രോസ് ഓവർ ആണ്. അതുതന്നെ നിങ്ങളുടെ വീക്ക് ഫൂട്ട് കൊണ്ടും പഠിക്കുക. അടുത്ത സ്കില്ല് എക്സ് ഓവർ ആണ്. അത് നിങ്ങളുടെ വീക്ക് ഫൂട്ട് കൊണ്ടും പഠിക്കുക. അടുത്ത സ്കിൽ മിറർ അറൗണ്ട് വേൾഡ് ആണ്. ഔട്ട്സൈഡ് അറൗണ്ട് വേൾഡും ഇൻസൈഡ് അറൗണ്ട് വേൾഡും കമ്പൈൻ ചെയ്യുന്നതിനാണ് മിറർ അറൗണ്ട് വേൾഡ് എന്ന് പറയുന്നത്. അടുത്ത ഫ്രീ സ്റ്റൈൽ ട്രിക്കാണ് ഹോപ്പ് ദ വേൾഡ്. ഇത് വീക്ക് ഫൂട്ട് കൊണ്ടും പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആക്രോബാറ്റിക്സ് ട്രാൻസിഷൻ പഠിക്കാം. അടുത്ത സ്കിൽ റോൾ ക്ലച്ച് ആണ്. ഇതുപോലുള്ള സ്കിൽ ചെയ്യുന്നതിന് മുമ്പ് ബേസിക് സ്കിൽ പഠിച്ചിരിക്കണം. അടുത്ത സ്കില്ലാണ് ഞോരി ക്ലച്ച്. അടുത്ത സ്കില്ലാണ് വൺ ഹാൻഡ് റോൾ ക്ലച്ച്. അടുത്ത സ്കിൽ ഇതാണ്. ഇതിന്റെ പേരറിയില്ല, നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. അടുത്ത സ്കിൽ ഇതാണ്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതാണ് അടുത്ത ആക്രോബാറ്റിക് സ്കിൽ. ദിസ് ഈസ് ദ നെക്സ്റ്റ് ആക്രോബാറ്റിക് സ്കിൽ. ഇത് നോറി ക്ലച്ചിന്റെ മറ്റൊരു വേർഷൻ ആണ്. ഇനി നമുക്ക് ഇരുന്നു കൊണ്ട് ഫ്രീ സ്റ്റൈലുകൾ പഠിക്കാം. ഇരുന്നു കൊണ്ട് ജഗ്ൽ ചെയ്യാൻ പഠിച്ചുവെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ട്രിക്കുകളെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയ റിസൾട്ട് കമന്റ് ചെയ്യുക. അതുപോലെ ഫ്രീ സ്റ്റൈൽ പഠിക്കാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. Thank you.